ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ദൈവത്തിന്റെ ആലോചന അപ്പോസ്തലരുടെ 10-ാം അധ്യായം 19-20 വാക്യമാണ്. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനോട് 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക. ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോക എന്ന് പറഞ്ഞു. ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ 2 പ്രാർത്ഥന കാണാം. 2 പ്രാർത്ഥന. ഒന്നാമത്തെ പ്രാർത്ഥന കൊർന്നല്യോസ് എന്ന ഒരു ശതാധിപന്റെ പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിന് ഒരു ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട് അവിടെ. 2-ാമത്തെ വാക്യത്തില്. ഭക്തനാണ്, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു, ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചും പോകുന്നു എന്ന ഒരു പദം. ശതാധിപനായ മനുഷ്യന് അതിന്റെ ആവശ്യകത ഇല്ല. കാരണം പ്രത്യേകിച്ചും പട്ടാള ഉദ്യോഗസ്ഥരായി നിൽക്കുന്ന ആളുകൾ ക്രൂരന്മാരും പലപ്പോഴും മെന്റൽ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. ലോകത്തിൽ പല ആളുകളും പറയുന്ന ഒരു പദമുണ്ട്. മനസ്സിന്റെ ദൗർബല്യം അല്ലെങ്കിൽ മനഃശക്തിയില്ലാത്തവരാണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ദുർബലന്മാരുടെ ആയുധമാണ് പ്രാർത്ഥന എന്നാണ് ആളുകളുടെ ഒരു കൺസെപ്റ്റ്. പക്ഷെ അതിനെ തിരുത്തുന്ന ഒരു ഭാഗമായി ഇവിടെ. കാരണം ഒരു ശതാധിപനായ മനുഷ്യന് പ്രാർത്ഥന ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ കാണുവാനായത്. മറ്റൊരു ചിന്ത ഇതിനോട് ചേർന്ന് ഞാൻ പറഞ്ഞാൽ, ഇദ്ദേഹം പ്രാർത്ഥിച്ചത് യഹോവയോട് തന്നെ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ യെരൂശലേമിൽ യഹോവ എന്ന ദൈവമുണ്ടെന്നും ആ യെരൂശലേം ദേവാലയം യഹോവയുടെ ആലയമാണെന്നും യഹോവയോട് പ്രാർത്ഥിച്ചാൽ വിടുതൽ ലഭിക്കുമെന്നും മനസ്സിലാക്കിയ ജാതീയരായ ഒത്തിരി ആളുകൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു ഷണ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യൻ. നമുക്കറിയാം ആ ഷണ്ണൻ യെരൂശലേമിൽ ആരാധന കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ഫിലിപ്പോസിനെ കാണുകയും ഫിലിപ്പോസ് സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ അദ്ദേഹത്തെ ബോധവാനാക്കുകയും അദ്ദേഹം സ്നാനപ്പെടുകയും ചെയ്യുന്ന ചരിത്രം 8-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ചിന്ത ഈ കൊർന്നലിയോസ് എന്ന ശതാധിപനും യഹോവയായിരിക്കണം ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. എന്നാൽ ആ പ്രാർത്ഥന തന്റെ ജീവിതത്തിൽ താൻ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലുള്ള അനുഗ്രഹം ലഭിക്കയില്ലെന്ന് അദ്ദേഹത്തിന് അറിയില്ലാത്തത് കൊണ്ട് ഒരു ദൂതൻ വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ഒരു പ്രാർത്ഥനാ മനുഷ്യനെ നീ വിളിച്ച് നിന്റെ ഭവനത്തിലേക്ക് വരുത്തണം എന്നുള്ളത്. Praise the Lord. Hallelujah. Hallelujah. എന്റെ ഒരു ചിന്ത ഇവിടെ നിന്ന് പറയട്ടെ ദൈവമക്കളെ. ഇന്നും സത്യദൈവത്തെ ആരാധിക്കുവാൻ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ, യഥാർത്ഥമായ ദൈവത്തെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. നമ്മൾ അറിയണം, നമ്മുടെ ഇടയിൽ ഉണ്ട്. നമ്മൾ അവരെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. Praise the Lord. Hallelujah. അതിൽ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ഈ കൊർന്നലിയോസ് എന്ന ശതാധിപൻ. നോക്കണം, കൊർന്നലിയോസ് എന്ന ഒരു
പ്രാർത്ഥനാ മനുഷ്യൻ. പക്ഷേ അദ്ദേഹം സത്യദൈവത്തെ കണ്ടെത്തുവാൻ കഴിയാതെ ഇരുന്ന ഒരു വ്യക്തി. എന്നാൽ സത്യദൈവത്തെ കണ്ടെത്തി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന പത്രോസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അവന് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് പ്രാർത്ഥനക്കാരെയാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. പത്രോസിന്റെ അടുക്കലേക്ക് കൊർന്നലിയോസ് അയച്ച 3 പുരുഷന്മാർ ചെല്ലുകയും. ഹല്ലേലൂയ. നമ്മളവിടെ കാണുന്നത് പത്രോസ് പ്രാർത്ഥിക്കുവാൻ വെൺമാടത്തിൽ കയറിയിരിക്കുമ്പോൾ ഹോവയായ ദൈവം അവന് കൊടുക്കുന്ന ഒരു ദർശനം. ആ ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മാവനെ എഴുന്നേൽപ്പിച്ച് താഴേക്ക് ഇറക്കി വിടുന്ന ഒരു ഹല്ലേലൂയ സ്തോത്രം, ഒരു ഭാഗമാണ് നമ്മുടെ ചിന്ത വിഷയമായി ഞാൻ തിരഞ്ഞെടുത്തത്. ദൈവമക്കളെ, നീ പ്രാർത്ഥനാ മുറിയുടെ അകത്തളങ്ങളിൽ കയറിയിരിക്കുമ്പോൾ ഹല്ലേലൂയ നിന്നെ അന്വേഷിച്ച് ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ നിന്റെ അടുക്കിലേക്ക് വിടുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്നുള്ളതാണ് എന്റെ ചിന്തയ്ക്ക് ആധാരമായ വിഷയം. നമ്മൾ പലപ്പോഴും ഞാൻ ആരാണെന്ന് തെളിയിക്കുവാൻ, ഞാൻ ഹല്ലേലൂയ സ്തോത്രം, ഞാനൊരു ഹല്ലേലൂയ വലിയ ഒരു വ്യക്തിയെന്ന് തെളിയിക്കുവാൻ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുവാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ തിരിച്ചിവിടെ ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി പ്രാർത്ഥനാ മുറിക്കകത്തളങ്ങളിൽ ഇരിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ നിന്നെ പുറത്തേക്ക് ഇറക്കുവാൻ ആളുകളെ അയക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഹല്ലേലൂയ ഇന്ന് പരിശുദ്ധാത്മാവ് ജനത്തോട് സംസാരിക്കുവാൻ ഹല്ലേലൂയ ഹൃദയത്തിൽ തന്ന ചിന്ത. നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലും ഇങ്ങനെ ഒരു ഭാഗം കാണുന്നുണ്ട്. അത് സ്തോത്രം 1-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യമാണ്. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. 36-ാമത്തെ വാക്യം, ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു, പ്രൈസ് ദി ലോർഡ്, യേശുവിന്റെ ഹല്ലേലൂയ പ്രാർത്ഥന നമ്മൾ ചിന്തിച്ചാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒത്തിരി പ്രാർത്ഥനകൾ ഇതിനകത്ത് പറയേണ്ടിയുണ്ട്. എന്നാൽ നിർജ്ജന സ്ഥലത്തേക്ക്, ആരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് യേശു പ്രാർത്ഥിക്കുവാൻ ചെല്ലുമ്പോൾ ആ പ്രാർത്ഥന സ്ഥലം ജനവാസമുള്ള, ജനമുള്ള സ്ഥലമായി മാറുവാനിടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു നിർജ്ജന സ്ഥലത്തേക്കാ പോയത്. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ഇരിക്കുന്ന സ്ഥലം നിർജ്ജന സ്ഥലമായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ അവനെ അന്വേഷിച്ച് ജനം അവിടേക്ക് വരുവാനിടയായിത്തീരും. മർക്കോസിന്റെ സുവിശേഷം 5:21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും കാണുന്നത് യായിറോസ് എന്ന പള്ളിപ്രമാണി തന്റെ കുഞ്ഞുമകളുടെ രോഗത്തിന് വിടുതലിനു വേണ്ടി യേശുവിനെ അന്വേഷിച്ചു ചെല്ലുക. യേശുവിനെ അന്വേഷിച്ചു ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തസ്രാവക്കാരിയായ സ്ത്രീ 12 വർഷമായിട്ട് തന്റെ രോഗത്തിന് സൗഖ്യമില്ലാതെ ഏറിയ വൈദ്യന്മാരാൽ തന്റെ പണം മുഴുവൻ നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുമ്പോഴാണ് യേശു എന്ന പ്രാർത്ഥനാ മനുഷ്യൻ
ആ തെരുവിലൂടെ പോകുന്നതായിട്ട് താൻ അറിയുന്നത്. ഇവൾ യേശുവിനെ അന്വേഷിച്ചു ചെന്നു. ഹല്ലേലൂയ. ഇന്ന് എന്റെ ചിന്ത ഇവിടെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയട്ടെ, നീ ഒരു പ്രാർത്ഥന മനുഷ്യനാണെങ്കിൽ, നീ ആരാധിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു സഭയ്ക്കുള്ളിലാണെങ്കിൽ, ആ സഭ അന്വേഷിച്ച് ആളുകളെത്തും. മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് 3000-ലധികം ആളുകൾ ഓടിക്കൂടിയത് പ്രാർത്ഥിക്കുന്ന കുറെ ആളുകൾ അതിനകത്തിരുന്നു എന്നുള്ളതാ കാരണം. അല്ലെങ്കിൽ മർക്കോസിന്റെ മുറി വീടിന് ഒരു പ്രാധാന്യവും ഉണ്ടായിട്ടല്ല ആളുകൾ വന്നത്. പ്രാർത്ഥിക്കുന്ന കുറച്ചാളുകൾ അതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ സഭ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് 3000 പേർ അവിടേക്ക് എത്തുവാനിടയായിട്ടുണ്ട്. അവർ അന്വേഷിച്ച് അവിടേക്ക് എത്തി. Praise the Lord. Hallelujah. Hallelujah. നോക്കണം, പത്രോസ് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ വീട് അന്വേഷിച്ച് കൊർന്നല്യോസിന്റെ ആളുകൾ എത്തിയത്. ആ വീടിനെ അന്വേഷിക്കാൻ കാരണം പത്രോസ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളത്. Praise the Lord. Hallelujah. യേശു നിർജ്ജന സ്ഥലത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ നിർജ്ജന സ്ഥലത്തേക്ക് ആളുകൾ വരാൻ കാരണം അവൻ പ്രാർത്ഥിച്ചു എന്നുള്ളത്. Praise the Lord. ഇന്ന് ഈ ദൂത് ഇവിടെ നിർത്താൻ എന്റെ സമയം എന്നെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സഭയെ അന്വേഷിച്ച് ആളുകൾ എത്തും. പ്രാർത്ഥിക്കുന്ന വീട് അന്വേഷിച്ച ആളുകൾ എത്തും. Praise the Lord. വീടിന്റെ മുമ്പിൽ മുട്ടൽ തുടങ്ങും. Praise the Lord. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ അന്വേഷിച്ച് ആളുകൾ എത്തും. നിന്നെ ഉയർത്തുവാൻ ഒരു Praise the Lord. Hallelujah. സിസ്റ്റവും നോക്കേണ്ട, പകരം നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. അതിനുവേണ്ടി നീ നിന്നെ തന്നെ വിട്ടുകൊടുത്താൽ ഇന്ന് പകൽക്കാലം ദൈവം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. Praise the Lord. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. അന്വേഷിച്ച് ആളുകളെ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവമേ, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ജനത്തിനു വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, പത്രോസ് എന്ന മനുഷ്യൻ പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്നപ്പോൾ ആളുകളെ ആ വീട്ടിലേക്ക് അയച്ച എൻ്റെ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, 120 പേരുള്ള ഒരു കൂട്ടം ജനം മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് കയറിയിരുന്നപ്പോൾ അവിടേക്ക് 3000-ലധികം ആളുകളെ കൊണ്ടെത്തിച്ച എൻ്റെ കർത്താവ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങ് നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ ഹല്ലേലൂയ നിർജ്ജനമായ സ്ഥലത്തേക്ക് ജനത്തെ എത്തിച്ച എൻ്റെ കർത്താവ്, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ അങ്ങയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ജനത്തെ ഞങ്ങളുടെ ഇടയിലേക്ക് അയക്കുമെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി, പ്രാർത്ഥിക്കുന്ന ഒരു സഭയായി, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി ഞങ്ങളെ മാറ്റി ഈ ദേശത്ത് ഉയർത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അന്വേഷിക്കുവാൻ താല്പര്യമുള്ള ചിലരുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അവരെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കണ്ടുപിടിക്കുന്നതിലപ്പുറമായി അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് ഊവെന്ന് പറയുന്നു. അതുപോലെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മധ്യത്തിൽ നിർത്തി കർത്താവ്
അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങൾ ആമേനും ഊവം പറയുന്നു. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്കായി ചുമച്ച ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ. സ്വർഗീയ നല്ല പിതാവേ, ഹാവ് എ ബ്ലസ്സഡ് ഡേ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.